വീഡിയോയിൽ ലൂയിസിൻ്റെ കോൺസെപ്റ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞതല്ലേ. ഈ ഒരു വീഡിയോയിൽ ഒരാളും കൂടെ വരിക, ലങ്മീർ എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റും കൂടെ വരിക. അദ്ദേഹം വന്നിട്ട് ഈ ലൂയിസിൻ്റെ കോൺസെപ്റ്റിനെ ഒന്ന് റീഡിഫൈൻ ചെയ്തു. അദ്ദേഹം കോവലന്റ് ബോണ്ട് എന്നൊരു ടേമും കൂടെ ഇതിലേക്ക് അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് അദ്ദേഹം ചെയ്ത്, ലങ്മീർ എന്ന സയൻറ്റിസ്റ്റ് ചെയ്ത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെ റീഡിഫൈൻ ചെയ്തു നമുക്ക് ഈ ഒരു എക്സാമ്പിൾസിൻ്റെ സഹായത്തോടെ നോക്കാം. ഈ ഒരു രീതിയിലാണ് അദ്ദേഹം ചെയ്തത്. ജസ്റ്റ് അതിനെ ഒന്ന് മോഡിഫൈ ചെയ്യുക മാത്രമേ ചെയ്തോളൂ, അല്ല പുതുതായിട്ട് വേറെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ക്ലോറിൻ മോളിക്യൂളിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ക്ലോറിൻ മോളിക്യൂൾ നമ്മൾ ലെവൽ സിമ്പിൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തില്ലേ. അപ്പം അതുപോലെ നമ്മൾ എഴുതി വാലൻസ് ഇലക്ട്രോൺ ആണ് എഴുതുന്നത് അല്ലേ. നമ്മൾ കർണൽ വാലൻസ് ഇലക്ട്രോൺ മാത്രമല്ല നമ്മൾ കാണിക്കുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പം ക്ലോറിൻ്റെ വാലൻസ് ഇലക്ട്രോൺ എത്രയാണ്? 7 ആണല്ലേ. ആ ഒരു 7 ഇലക്ട്രോൺസ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, 2 ക്ലോറിൻ മോളിക്യൂൾ. ഓക്കെ, അവർ തമ്മിൽ കമ്പൈൻ ചെയ്തു. കമ്പൈൻ ചെയ്യുമ്പോൾ ഈ ഒരു ഇലക്ട്രോൺ നമുക്കറിയാം കോവലന്റ് ബോണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഷെയറിങ് വഴിയാണല്ലേ. ഇലക്ട്രോണിൻ്റെ ഷെയറിങ് വഴിയാണ് കോവലന്റ് ബോണ്ട് ഉണ്ടാക്കുന്നത്. നമ്മൾ ടൈപ്പ് ഓഫ് ബോണ്ടിൽ തന്നെ പറഞ്ഞു, ഫസ്റ്റ് വീഡിയോ ഉണ്ടായിരുന്നല്ലോ ടൈപ്പ് ഓഫ് ബോണ്ടിൽ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. ഓക്കെ, അപ്പോൾ ഇയാളുടെ ഒരു ഇലക്ട്രോൺ, അതും ഈ അടുത്ത ക്ലോറിൻ മോളിക്യൂളിൻ്റെ ഒരു ഇലക്ട്രോൺ, ഈ ഒരു ഇലക്ട്രോൺ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്യാൻ തുടങ്ങി. ഈ ഒരു ഇലക്ട്രോൺ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്യും. അങ്ങനെ ഈ ഷെയറിങ്ങിലൂടെ ഇപ്പം നോക്കി, ഈ ഒരു ക്ലോറിൻ മോളിക്യൂൾ നോക്കി എല്ലാം കൂടി 8 ആയില്ലേ, 8 ഇലക്ട്രോൺ കിട്ടി. ഇങ്ങനെ ഷെയറിങ്ങിലൂടെ ഈ ഒരു ക്ലോറിൻ മോളിക്യൂളിന് എന്ത് കിട്ടി? 8 ഇലക്ട്രോൺ കിട്ടി. ഓക്കെ, അപ്പോൾ അവർ സാറ്റിസ്ഫൈഡ് ആയി. അവർക്ക് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്തു. സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാനായിട്ട് ലൂയിസ് പറഞ്ഞു വെച്ചത് എന്തോ ഒക്ടറ്റ്. ഓക്കെ, ഒരു ഒക്ടറ്റ് റൂൾ അല്ലേ പറഞ്ഞു വെച്ചത്. ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യണം എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതുകൊണ്ടാണ് ഈ നോബിൾ ഗ്യാസിന് സ്റ്റെബിലിറ്റി ഉണ്ട് എന്ന രീതിയിൽ. നോബിൾ ഗ്യാസ് സ്റ്റേബിളാണ്. കാര്യം എന്താ വെച്ചാൽ അവർ ഒക്ടറ്റ് അറ്റൈൻ ചെയ്തവരാണ്, അതുകൊണ്ട് അവർ സ്റ്റേബിളാണ് അല്ലേ. ഓക്കെ, അങ്ങനെ ക്ലോറിൻ മോളിക്യൂളിൻ്റെ സ്റ്റെബിലിറ്റി അങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു ഷെയറിങ് ഓഫ് ഇലക്ട്രോൺ വഴി അവർ സ്റ്റേബിളായി. ഓക്കെ, ഇവിടെ നോക്കി, ഇവിടെ ഒരു ഇലക്ട്രോൺ വഴിയാണല്ലേ അവർ എന്ത് ചെയ്ത് ഈ ഒരു സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്തത്, അല്ലെങ്കിൽ കോവലന്റ് ബോണ്ട് ഫോം ചെയ്ത്. ഒരു ഇലക്ട്രോൺ പെയറിൻ്റെ ഷെയറിങ് ആണ്. ഓക്കെ, ഒരു ഇലക്ട്രോൺ പെയറിൻ്റെ ഷെയറിങ് ആണ് അല്ലേ. ഓക്കെ, അവിടെ ഒരു ഇലക്ട്രോൺ പെയറിൻ്റെ ഷെയറിങ് ആണ് നമ്മൾ Cl ഒരു ബോണ്ടേ കാണിക്കുള്ളൂ. ഓക്കെ, ഒരു സിംഗിൾ ബോണ്ട് Cl എന്ന രീതിയിലാണ് കാണിക്കുക. ഒരു ബോണ്ട് സിഗ്നിഫൈ ചെയ്യുന്ന 2 ഇലക്ട്രോണിനെയാണ് കേട്ടോ. ഓക്കെ, ഇതിൽ നിന്ന് കിട്ടിയ ഒരു ഇലക്ട്രോണും ഇതിൽ നിന്ന് കിട്ടിയ ഒരു ഇലക്ട്രോൺ. ഓക്കെ, ഒരു ബോണ്ട് സിഗ്നിഫൈ ചെയ്യുന്ന 2 ഇലക്ട്രോൺ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. Cl ഒരു സിംഗിൾ ബോണ്ട് Cl എന്ന രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഇലക്ട്രോൺ പെയർ മാത്രമേ ഇൻവോൾവ് ആയോളൂ. ഓക്കെ, ഇനി നമുക്ക് 2 ബോണ്ട് വരുന്ന അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് വരുന്ന ഒരു കേസ് നോക്കാം. ഇപ്പോൾ നമ്മൾ നമ്മൾ CO2 മോളിക്യൂളിൻ്റെ ഫോർമേഷൻ നോക്കുന്നത് കേട്ടോ. അപ്പോൾ കാർബണിൻ്റെ വാലൻസിൽ എത്രയുണ്ട്? ഇത്ര നോക്കിയാൽ മതി. കാർബണിൽ എത്ര വരുന്നുണ്ട്? 4 ഇലക്ട്രോൺ അല്ലേ വാലൻസ് ഇലക്ട്രോൺ. ആ ഒരു 4 ഇലക്ട്രോൺ ഇത്രയും നോക്കുമ്പോൾ ഇങ്ങനെ ആ 4 ഇലക്ട്രോൺ ആണ് ഇവിടെ കാണിച്ചു തരുന്നത്. ആ ഒരു 4 ഇലക്ട്രോൺ. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഓക്സിജൻ ആറ്റത്തിൻ്റെ വാലൻസിൽ എത്ര വരുന്നത്? 6 ഇലക്ട്രോൺ അല്ലേ വരുന്നത്. ആ ഒരു 6 ഇലക്ട്രോൺ ഇവിടെ നമ്മൾ ഈ ഒരു ഇലക്ട്രോൺ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് ഷെയറിങ് ആണെങ്കിൽ ഇവിടെ നമുക്ക് എടുത്തൊക്കെ വേണ്ടേ വരാൻ. അതുകൊണ്ടാണ് അവിടെ ഒരു ഇലക്ട്രോണിനെ കൊടുക്കാതെ ഇവിടെ കൊടുത്തത്. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് അത് എന്തിനെന്നൊരു ബോധം നമുക്കുണ്ടായിരിക്കണമല്ലോ അല്ലേ. ആ ഒരു വെച്ചിട്ടാണ്, ആ ഒരു നമ്മൾ ഈസിനെസ് വെച്ചിട്ടാണ് ഇവിടെ ഇലക്ട്രോൺ കൊടുത്തത്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഈ ഒരു ഇലക്ട്രോൺ കൂടെ ആയപ്പം ഇതിൻ്റെ ഈ 2 ഇലക്ട്രോണും ഇതിൻ്റെ 2 ഇലക്ട്രോണും കൂടെ ആയപ്പോഴത്തേക്ക് ടോട്ടൽ ഇതിന് ഈ ഒരു ഷെയറിങ് വഴി 8 ഇലക്ട്രോണായി. അതുപോലെ തന്നെ അടുത്ത കേസിലും 8 ഇലക്ട്രോണും ഇങ്ങനെ കിട്ടും. ഈ കാർബണിൻ്റെ ഈ 2 ഇലക്ട്രോണും പ്ലസ് ഈ ഓക്സിജൻ്റെ ഈ 2 ഇലക്ട്രോണും കൂടെ വെച്ചിട്ട് ഒക്ടറ്റ് കിട്ടും. ഓക്കെ, അപ്പം ഇവിടെ 2 ഇലക്ട്രോൺസ് വന്നല്ലേ. ഓക്കെ, നമ്മൾ പറഞ്ഞു ഒരു ബോണ്ട് സിഗ്നിഫൈ ചെയ്യുന്ന 2 ഇലക്ട്രോണിനെയാണ് അല്ലേ. അപ്പോൾ ഇവിടെ 2 ഇലക്ട്രോൺ ഇതിൻ്റെ 2 ഇലക്ട്രോൺ വന്നു. ഓക്കെ, ഒന്ന് ഇത് 2 ഇലക്ട്രോൺ ഇത് വന്നു. അപ്പോൾ ഒരു ഇലക്ട്രോൺ ഇങ്ങനെയാണ് വരുന്നത്. ഒരു ഇലക്ട്രോൺ. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇവിടെ എത്ര വന്നു? 2 ബോണ്ട് വന്നു. ഇവിടെ 2 ബോണ്ട് വന്നു അല്ലേ. 2 ഇലക്ട്രോൺസ് വന്നല്ലോ, അപ്പോൾ 2 ബോണ്ട് വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഡബിൾ ബോണ്ട് ഉള്ളതിൻ്റെ ഒരു കേസ് നമ്മൾ പറഞ്ഞു. ഇനി ട്രിപ്പിൾ ബോണ്ട് ഉള്ളതും സെയിം ഇത് തന്നെ, സെയിം ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒന്നും കൂടി പറയുന്നതേ ഉള്ളൂ. ഇപ്പം നൈട്രജൻ്റെ കേസിൽ 5 ഇലക്ട്രോൺ ബാലൻസ്. അപ്പം ഈസിനെസ്സിന് വേണ്ടി ഇവിടെ 3 ഇലക്ട്രോൺ, ഇവിടെ 2 ഇലക്ട്രോൺ. കാര്യം എന്ന് വെച്ചാൽ അതിന് ഇനി എത്ര ഇലക്ട്രോൺ കൂടെ വേണം? 3 ഇലക്ട്രോണും കൂടെ കിട്ടിയാൽ മാത്രമല്ല അതിനെ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ആ ഒരു 3 ഇലക്ട്രോൺ അടുത്ത നൈട്രജൻ മോളിക്യൂളുമായിട്ട് കമ്പൈൻ ചെയ്യണമെങ്കിൽ ആ ഒരു 3 ഇലക്ട്രോൺ. അപ്പം ടോട്ടലി എടുക്കുമ്പോൾ ഇത് 3 പിന്നെ ഷെയർ ചെയ്ത് ആ ഒരു 3 കൂടെ കിട്ടി. അപ്പോൾ 6, 2 അപ്പോൾ 8 ഇലക്ട്രോണായി. 8 ഇലക്ട്രോൺ ആകുമ്പോൾ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പറഞ്ഞു വെച്ചിരുന്നത് അല്ലെ, ലൂയിസ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 3 ഇലക്ട്രോൺ പെയർസ് അല്ലേ അവിടെ വരുന്നത്. അതുകൊണ്ട് 3 ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് വന്നു. ഓക്കെ,
ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ഇലക്ട്രോൺ പെയറിൻ്റെ ഇതാണെങ്കിൽ ഒരു ബോണ്ട്, 2 ഇലക്ട്രോൺ പെയറിൻ്റെ 2 ബോണ്ട്, 3 ഇലക്ട്രോൺ പെയറിൻ്റെ 3 ബോണ്ട് എന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെപ്രസെൻ്റ് ചെയ്യുന്നത്. അടുത്ത് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഒരു ആറ്റം കാണിച്ചിട്ട്, ഇപ്പോൾ ഓക്സിജൻ ആറ്റം കാണിച്ചിട്ട് ഒരു പ്ലസ് കാണിക്കണം. അതിൻ്റെ മീനിങ് എന്താണ്? ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണെന്നാണ് അതിൻ്റെ മീനിങ്. ഇപ്പോൾ 2+ ആയിരുന്നെങ്കിൽ 2 ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ്, 3+ എന്നാണ് എഴുതിയിരുന്നെങ്കിൽ 3 ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ്. ഓക്കെ, അതൊക്കെ അറിയാമല്ലോ. ഇപ്പം ഓക്സിജൻ കാണിച്ചിട്ട് തന്നെ ഒരു ഇലക്ട്രോൺ, ഒരു മൈനസ് സിമ്പിളാണ് കാണിച്ചിരുന്നത് വെച്ചോ. ഓക്കെ, ഒരു മൈനസ് സിമ്പിളാണ് കാണിച്ചിരുന്നത്, എങ്ങനെ വരും? ഒരു ഇലക്ട്രോൺ എക്സസ് ആണ് മീനിങ്. ഓക്കെ, ഒരു മൈനസ് സിമ്പിളാണ് വരുന്നതെങ്കിൽ ഒരു ഇലക്ട്രോൺ എക്സസ്. ഇപ്പം 2- വരുന്നതെങ്കിൽ എന്താ മീനിങ്? 2 ഇലക്ട്രോൺ എക്സസ് ആയിട്ട് ആ ആറ്റത്തിലുണ്ട് രീതിയിലാണ് വരുന്നത്. ഓക്കെ, ഇതൊക്കെ ലൂയിസ് സിമ്പിളിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മളിപ്പം ഒരു NF3യുടെ നമുക്ക് ലൂയിസ് സ്ട്രക്ചറൊക്കെ എഴുതണമെന്ന് വെച്ചോ. അപ്പോൾ NF3യുടെ ലൂയിസ് സ്ട്രക്ചറൊക്കെ എഴുതാനായിട്ട് നമ്മൾ സെൻട്രൽ ആറ്റം കണ്ടുപിടിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ഒരെണ്ണം, അല്ലെങ്കിൽ നമ്മൾ സെൻട്രൽ ആറ്റമായിട്ട് സെലക്ട് ചെയ്യുന്ന ഏതെന്ന് വെച്ചാൽ എങ്ങനത്തെ ഉള്ള എലമെൻ്റ് ആയിരിക്കണം? ലീസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ്. ഓക്കെ, ലീസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം വേണം നമ്മൾ എന്തായിട്ട് സെലക്ട് ചെയ്യാനായിട്ട്? സെൻട്രൽ ആറ്റമായിട്ട് സെലക്ട് ചെയ്യാനായിട്ട്. ഏതാണ്? ലീസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം വേണം നമ്മൾ സെൻട്രൽ ആറ്റമായിട്ട് സെലക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ഫ്ലൂറിനൊക്കെ നോക്കുമ്പോൾ അതൊക്കെയാണ് ഹൈലി ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള. ഫ്ലൂറിൻ, ഓക്സിജൻ, ഏറ്റവും കൂടുതൽ ഫ്ലൂറിനാണ്, പിന്നെ ഓക്സിജൻ, അങ്ങനെയൊക്കെയാണ് വരുന്നത്. നൈട്രജനൊക്കെ അത്യാവശ്യം ഇലക്ട്രോൺ നെഗറ്റീവ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരെണ്ണം നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും ലീസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് സെലക്ട് ചെയ്യാൻ? സെൻട്രൽ ആറ്റമായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ NF3 ഉണ്ടല്ലോ, NF3യുടെ കേസ് നോക്കുമ്പോഴത്തേക്ക് ആരാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? നൈട്രജനാണ്, ഫ്ലൂറിനാണ് എന്ത് കൂടുതൽ? ഈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതൽ. ഓക്കെ, NF3യുടെ കേസിൽ ഫ്ലൂറിനല്ല ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതൽ, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നൈട്രജൻ ആണ് ഉള്ളതിൽ ലീസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റീവ്. അപ്പോൾ നൈട്രജനാണ് നമ്മൾ സെൻട്രൽ ആറ്റം ആക്കാൻ. അപ്പോൾ നമുക്ക് NF3യുടെ എങ്ങനെയാണെന്ന് നോക്കാം. നൈട്രജൻ എഴുതിയിട്ട് ഇവിടെ 3 ഫ്ലൂറിൻ. ഓക്കെ, ഒരു ഫ്ലൂറിൻ, അടുത്ത ഫ്ലൂറിൻ, NF3 അപ്പോൾ 3 ഫ്ലൂറിൻ. ഈ നൈട്രജൻ സെൻട്രൽ ആറ്റം, കാരണം വെച്ചാൽ ലീസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റീവ്. നൈട്രജൻ ഫ്ലൂറിനുള്ളതിൽ ഇലക്ട്രോൺ നെഗറ്റീവ് കൂടുതൽ, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറവാർക്കാണ്? നൈട്രജനാണ് അല്ലേ. ഓക്കെ, അപ്പോൾ നൈട്രജൻ അതിൻ്റെ 2 ഇലക്ട്രോൺ. ഓക്കെ, 2 ഇലക്ട്രോൺ. അപ്പം നൈട്രജന് എത്ര ബോണ്ടാണ് വേണ്ടത്? 3 ബോണ്ടല്ലേ വേണ്ടത്. 3 ബോണ്ട് വരുമ്പോഴത്തേക്കല്ലേ സ്റ്റെബിലിറ്റി ആവുന്നത്. കാരണം വെച്ചാൽ അതിന് 3 ഇലക്ട്രോണും കൂടെ മതി ഒറ്റത്ത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ 3 ബോണ്ട്, ഇവിടെ 3 F ഉണ്ട്. അപ്പോഴേ നമുക്ക് കത്തണം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇലക്ട്രോൺ വീതം കൊടുത്തേ മതിയാവും, എന്നാലേ 3 ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ 3 ഫ്ലൂറിനും ഉണ്ട്, ഓരോരുത്തർക്കും ഓരോ ഇലക്ട്രോൺ വീതം കൊടുക്കണം. പിന്നെ ബാക്കി എത്രയുണ്ട്? 2 ഇലക്ട്രോൺ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ നൈട്രജൻ്റെ കാര്യം സെറ്റാക്കി. ഇനി ഫ്ലൂറിൻ്റെ കൊടുക്കാം. ഫ്ലൂറിൻ ഒരു ഇലക്ട്രോൺ കൂടി ഇങ്ങോട്ട് കൊടുത്താൽ മാത്രമല്ല, പിന്നെ 2 ഇലക്ട്രോൺ ചേർന്നിട്ടല്ലേ ഒരു ബോണ്ട് ആവുന്നത്. ഒരു ഇലക്ട്രോൺ അങ്ങോട്ട് പോയി. ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ട് ഫ്ലൂറിൻ്റെ കേസിൽ? ഇനി 6 ഇലക്ട്രോൺ. ടോട്ടൽ 7 ഇലക്ട്രോൺ അല്ല എൻ്റെ ബാലൻസിൽ വരുന്നത്. അപ്പോൾ ഇനി ബാക്കി 6 ഇലക്ട്രോൺ. അപ്പോൾ 1 2 3 4 5 6. അപ്പോൾ തന്നെ ഇവിടെ ഒരു ഇലക്ട്രോൺ കൊടുത്തിട്ട്, ഇവിടെ ഒരു ഇലക്ട്രോൺ കൊടുത്തിട്ട് 3 4 5 6. ഓക്കെ, അപ്പോൾ നമ്മൾ ഡോട്ട് സ്ട്രക്ചർ എഴുതി. ഇനി നമുക്കിനെ ബോണ്ടാക്കി നമുക്കങ്ങ് എഴുതിയാൽ മതി, ഒന്നുമില്ല. ഇവർ തമ്മിൽ ഒരു ഇലക്ട്രോൺ പെയർ വന്നില്ല. അപ്പോൾ ഇവർ തമ്മിൽ ഒരു സിംഗിൾ ബോണ്ട്, ഇവർ തമ്മിൽ ഒരു സിംഗിൾ ബോണ്ട്, ഇവർ തമ്മിൽ ഒരു സിംഗിൾ ബോണ്ട്. അപ്പോൾ എങ്ങനെ വരും? നൈട്രജൻ മധ്യത്ത് വന്നു, ഇവർ തമ്മിൽ ഒരു സിംഗിൾ ബോണ്ട് വന്ന് F, ഇവർ വന്നിട്ട് ഒരു സിംഗിൾ ബോണ്ട് വന്ന് F, താഴോട്ട് ഒരു സിംഗിൾ ബോണ്ട് വന്ന് F. ഓക്കെ, അതാണ് അതിൻ്റെ സ്ട്രക്ചർ. നമുക്ക് ഇനി വേണമെങ്കിൽ ബാലൻസ് ബാക്കിയുള്ള ഇലക്ട്രോണിനെ കൂടെ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ബാക്കിയുള്ള ഇലക്ട്രോണിനെയും കൂടെ നമുക്ക് കാണിച്ചു വയ്ക്കാം, പ്രശ്നമില്ല. ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, രീതിയിൽ കാണിച്ചു വയ്ക്കാം. ഇപ്പോൾ നൈട്രജൻ്റെ ബാക്കി 2 വന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലൂയിസിൻ്റെ റെപ്രസെൻറ്റേഷൻ, ചില മോളിക്യൂൾസിൻ്റെ ലൂയിസിൻ്റെ റെപ്രസെൻറ്റേഷൻ. പിന്നെ കുറച്ച് എക്സാമ്പിൾസൊക്കെ നമുക്ക് NCERT കാണാം. ഇവിടെ വേറെ നിങ്ങൾ തന്നെ നോക്കിയോ, കുറച്ച് എക്സാമ്പിൾസൊക്കെ വേറെയും കാണാം. ഇതൊക്കെ നമുക്കൊന്ന് ചെയ്ത് നോക്കുക. ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇങ്ങനെ പറ്റുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ നമുക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ കേട്ടോ. ലൂയിസിൻ്റെ ഒക്ടറ്റ് റൂളിനെയൊക്കെ പറ്റി നമ്മൾ ആൾറെഡി ഡിസ്കസ്ഡ് ആണ്. ഇനി ആ ഒരു ഒക്ടറ്റ് റൂളിൻ്റെയൊക്കെ ലിമിറ്റേഷൻസ് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ലിമിറ്റേഷൻ പറഞ്ഞു വയ്ക്കുന്നത് ഇൻകംപ്ലീറ്റ് ഒക്ടറ്റോ സെൻട്രൽ ആറ്റം. നമ്മൾ പറഞ്ഞു 8 ഇലക്ട്രോൺ ആണ് അതിൻ്റെ ഒക്ടറ്റ് മീൻസ് 8 എന്നാണ് അറിയാം. ഓക്കെ, അപ്പോൾ 8 ഇലക്ട്രോൺ ആണ് ഒരു സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്ത ഒരു ആറ്റത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ കാണേണ്ടതെന്ന് പറഞ്ഞു. ഓക്കെ, ഒരു 8 ഇലക്ട്രോൺ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയാണ് അവരിങ്ങനെ ബോണ്ടുകളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ പറഞ്ഞു. ബട്ട് നമ്മൾ ചില സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ് ഏത്? LiCl, BH2, BCl3 ഒക്കെ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഒക്കെ തന്നെയാണ്.
ബട്ട് ഇവർക്കൊന്നും എന്താ കംപ്ലീറ്റ് ഒക്റ്ററ്റ് അല്ല, മീൻസ് ഇൻകംപ്ലീറ്റ് ഒക്റ്ററ്റ് ആണ്. മീൻസ് 8 ഇലക്ട്രോൺസ് അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇല്ല. ഇവിടെ നമ്മൾ ലിഥിയത്തിൻ്റെ കേസ് നോക്കുമ്പോൾ എന്തോ ഒരു ഇലക്ട്രോൺ ഉണ്ടായിരുന്നു, അതിന് ആൾറെഡി ഒരു ഇലക്ട്രോൺ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരു ഇലക്ട്രോണും കൂടെ വരുന്നുള്ളൂ. ക്ലോറിൻ്റെ കേസിൽ ഓക്കെയാണ്, 7 ഇലക്ട്രോൺ ഉണ്ട്, ഈ ഒരു ഇലക്ട്രോണിനെ കൂടെ കിട്ടി 8 ഇലക്ട്രോൺ ആയി. പക്ഷേ ലിഥിയത്തിൻ്റെ കേസ് ഓക്കെ അല്ലേ, CL ലിഥിയത്തിൻ്റെ കേസിൽ ഔട്ടർമോസ്റ്റ് ഒരു ഇലക്ട്രോണേ ഉള്ളൂ, ഈ ക്ലോറിൻ്റെ ഇതും കൂടെ ഒരു ഇലക്ട്രോൺ കിട്ടി. ഇപ്പോൾ ടോട്ടൽ ഔട്ടർമോസ്റ്റിൽ 2 ഇലക്ട്രോണേ ഉള്ളൂ ലിഥിയത്തിന് അല്ലേ. 8 ഇലക്ട്രോൺ വേണ്ടുന്നിടത്ത് 2 ഇലക്ട്രോണേ ഉള്ളൂ, ബട്ട് അത് എന്താണ് സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ടാണ്. ക്ലോറിൻ്റെ കേസ് തെറ്റാണ്, ലിഥിയത്തിൻ്റെയാണ് പ്രശ്നം. ഇപ്പോൾ BH2ൻ്റെ കേസ് നോക്കി, ഹൈഡ്രജൻ്റെ കേസ് ഓക്കെയാണ്, അതിന് 2 ഇലക്ട്രോൺ വെച്ചിട്ടാണ് പറയുന്നത്, അത് ഓക്കെ പ്രശ്നമില്ല. പക്ഷേ 2 ഇലക്ട്രോൺ ഈ ഹൈഡ്രജൻ ഹീലിയം അതിൻ്റെയൊക്കെ ഉണ്ടല്ലോ, 2 ഇലക്ട്രോൺ വെച്ചിട്ട് ഓക്കെയാണ്. അതും ഒരു ഡിമെറിറ്റ് ആണ്. എന്ന് വെച്ചാൽ അവർ ഒക്റ്ററ്റിനെ പറ്റി പറഞ്ഞു വെച്ചാൽ, പക്ഷേ ഇതൊക്കെ എന്ന് വെച്ചാൽ ഡുപ്ലറ്റ്, ഹൈഡ്രജൻ ഹീലിയം ഒക്കെ ഉണ്ടല്ലോ, അവർ ഡുപ്ലറ്റ് മതി, ഡുപ്ലറ്റ് എടുക്കുക. എന്ന് വെച്ചാൽ ആകെ 2 ഇലക്ട്രോൺ ഉള്ളൂ. പിന്നെ അതിൻ്റെ വെച്ചാൽ ഇങ്ങനെ ഈ ഹീലിയത്തിൻ്റെ കേസ് ഓക്കെ അല്ലേ, ഹൈഡ്രജൻ്റെ കേസ് ഓക്കെ ഒരു ഇലക്ട്രോൺ അത് വെച്ചിട്ട് ഇങ്ങനെ ഒക്റ്ററ്റ് ഉണ്ടാക്കാനോ അത് നടക്കത്തൊന്നും ഉള്ള കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ തൽക്കാലം എൻ്റെ നോക്കണ്ട. ഇപ്പം നമ്മൾ ഇൻകംപ്ലീറ്റ് ഒക്റ്ററ്റിൻ്റെ കാര്യം പറയുന്നത്, ഇൻകംപ്ലീറ്റ് ഒക്റ്ററ്റിൻ്റെ ഇപ്പോൾ ബെർലിയത്തിൻ്റെ നോക്കുമ്പോൾ എത്രയാണ്, 4 ഇലക്ട്രോണേ ടോട്ടൽ വരുന്നുള്ളൂ. 8 എണ്ണം വേണ്ടിയെടുത്ത് 4 എണ്ണേ ഉള്ളൂ, ബട്ട് ഇറ്റ് ഈസ് സ്റ്റേബിൾ റൈറ്റ്. BCl3 നോക്കുമ്പോൾ എങ്ങനെയാണ്, 6 ഇലക്ട്രോണേ വരുന്നുണ്ട്, 1 2 3 4 5 6 അല്ലേ, 6 ഇലക്ട്രോണേ വരുന്നുള്ളൂ, ബട്ട് എത്ര വേണം, 8 വേണം, അല്ലാതെ തന്നെ അത് സ്റ്റേബിളാണ്. അപ്പോൾ ഇൻകംപ്ലീറ്റ് ഒക്റ്ററ്റ് ആണ് ഇവിടെ നമ്മൾ പറഞ്ഞു വെച്ചത്. ഓക്കെ, ഒക്റ്ററ്റ് കംപ്ലീറ്റ് അല്ല, ബട്ട് സ്റ്റിൽ അത് സ്റ്റേബിളാണ്. ഓക്കെ, അപ്പോൾ അതൊരു ഇതിനായിട്ടുള്ള ഒരു ഐഡിയയാണ്. ഓക്കെ, ഏത് ലൂയിസിൻ്റെ ആ ഒരു കോൺസെപ്റ്റിനേക്കുള്ള ഒരു ഐഡിയയാണ്. അത് മാത്രമല്ല, മെയിനായിട്ട് ഈ ലൂയിസിൻ്റെ ഈ കോൺസെപ്റ്റൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് യൂസ്ഫുൾ ആണ്. പക്ഷേ ഒരുപാട് കേസിൽ നോക്കുമ്പോഴും അത് യൂണിവേഴ്സിൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരുപാട് കേസിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഇതിനുണ്ട്. മെയിനായിട്ട് ഈ സെക്കൻഡറി എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിനൊക്കെയാണ് ഈ ലൂയിസിൻ്റെ ഈ കോൺസെപ്റ്റ് സ്യൂട്ട് ആവുന്നത്. ബാക്കിയുള്ള എലമെൻറ്റ്സിനൊന്നും അധികം അങ്ങനെ സ്യൂട്ട് ആവില്ല. മോസ്റ്റ്ലി ഈ സെക്കൻഡറി എലമെൻറ്റ്സിനൊക്കെയാണ് അത് സ്യൂട്ട് ആവുന്നത്. പിന്നെ നമ്മൾ മറ്റൊരു ലിമിറ്റേഷൻ പറഞ്ഞു വയ്ക്കുന്ന ഓഡ് ഇലക്ട്രോൺ മോളിക്യൂൾസ്. ഓഡ് ഇലക്ട്രോൺ മീൻസ് ഈ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, ഈ പെയർഡ് ആയിട്ടല്ലാതെ നിൽക്കുന്ന ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പോൾ ഈ ഓഡ് ഇലക്ട്രോൺ സ്പീഷീസ് ഉണ്ട്. ഇപ്പം മെയിനായിട്ട് നൈട്രജനും ഓക്സിജനും കൂടി ചേർന്നിട്ട് നൈട്രസ് ഓക്സൈഡ്, നൈട്രിക് ഓക്സൈഡ്, അങ്ങനെ കുറേ എണ്ണം ഉണ്ടാവില്ല. അങ്ങനെ ഉള്ള ഓഡ് ഇലക്ട്രോൺ മോളിക്യൂൾസ് ഒരുപാട് എണ്ണം ഉണ്ട്, നൈട്രജനും ഓക്സിജനും കൂടി ചേർന്നിട്ടുള്ള. അപ്പോൾ ഇവിടെ 2 ഓഡ് ഇലക്ട്രോൺ മോളിക്യൂൾസിനെ കാണിച്ചിരിക്കുകയാണ്. ഓക്കെ, ഇവരൊക്കെ എന്തുവാണ്, ഒക്റ്ററ്റ് റൂളിന് എതിരാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എക്സ്പാൻഡ് ഒക്റ്ററ്റ്. നമ്മൾ നേരത്തെ ഇൻകംപ്ലീറ്റ് ഒക്റ്ററ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ, മീൻസ് 8 ഇലക്ട്രോണേക്കാളും കുറവെന്ന രീതിയിൽ പറഞ്ഞു വെച്ചില്ലേ, അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഇവിടെ കാണാൻ പോകുന്നത് എക്സ്പാൻഡ് ഒക്റ്ററ്റ്. മീൻസ് 8 ഇലക്ട്രോണേക്കാളും കൂടുതൽ വരിക. ഓക്കെ, 8 ഇലക്ട്രോൺ മതി എന്ന രീതിയിൽ 8 ഇലക്ട്രോൺ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു, ബട്ട് ഇവിടെ 8 ഇലക്ട്രോണിനെക്കാളും കൂടുതൽ വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മൾ PF5ൻ്റെ കേസ് നോക്കുക. PF5ൻ്റെ കേസ് നോക്കുമ്പോൾ എങ്ങനെയാണ് ഇവിടെ വരുന്നത്, ഇവിടെ നോക്കിയേ, ഇവിടെ 1 2 3 4 5. ഓക്കെ, ഒരു ബോണ്ട് 2 ഇലക്ട്രോൺ എന്ന് വെച്ചല്ലേ, അപ്പോൾ ടോട്ടൽ ഇവിടെ 5 ബോണ്ട് ഉണ്ട്. അപ്പോൾ 10 ഇലക്ട്രോൺ ആണ് ഇവിടെ ഏതിന് ചുറ്റുമുള്ള, ഫോസ്ഫറസിന് ചുറ്റുമുള്ള. ഫ്ലോറിൻ്റെ കേസ് ഓക്കെ, പക്ഷേ ഇവിടെ ഫോസ്ഫറസ് ആദ്യത്തെ കേസ് ഓക്കെ, അതിന് സ്റ്റെബിലിറ്റി മീൻസ് അതിൻ്റെ സ്റ്റെബിലിറ്റിയാണ്, സ്റ്റേബിളാണ്, PF5 മോളിക്യൂൾ സ്റ്റേബിളാണ്. ബട്ട് അവിടെ നോക്കി, അവിടെ എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ ഔട്ടർമോസ്റ്റിൽ 10 ഇലക്ട്രോൺ ആണ് വരുന്നത്. ഓക്കെ, വരേണ്ടത് എത്രയാണ്, 8 ഇലക്ട്രോൺ എന്ന രീതിയിൽ നമ്മൾ പഠിച്ചു വെച്ചു. പക്ഷേ ഇവിടെ ഇത്ര 10 ഇലക്ട്രോൺ ഉണ്ട്. മീൻസ് അപ്പം ഒക്റ്ററ്റിനെക്കാട്ടിലും കൂടുതലാണ്, മീൻസ് 8 ഇലക്ട്രോണിനെക്കാട്ടിലും കൂടുതലാണ്. അതാണ് എക്സ്പാൻഡ് ഒക്റ്ററ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ XF6 അതിൻ്റെ കേസ് ഓക്കെ നോക്കുമ്പോൾ എങ്ങനെ വരുമ്പോൾ 1 2 3 4 5 6 7 8 9. ഓക്കെ, ഇത്രയൊന്നുമില്ല, 1 2 3 4 5 6. ഓക്കെ, 6 എണ്ണം ഉണ്ട്. 6 × 2 12 അല്ലേ, 12 ഇലക്ട്രോൺ. ഓക്കെ, 12 ഇലക്ട്രോൺ ആണ് അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഓർബിറ്റിൽ കാണുന്നത്. ഓക്കെ, 8 കിടക്കുന്നത് 12 കിടക്കണം. മീൻസ് അത്രയ്ക്ക് വേരിയേഷൻസ് ഒക്കെ സംഭവിക്കുന്നുണ്ട്. ലിവിസ് ഇങ്ങനെ ഒരു തിയറി തന്നെ പറഞ്ഞു വെച്ചത് കെമിക്കൽ ഇനേർട്ട്നെസ്സിനെ ബേസ് ചെയ്തിട്ടാണ്. മീൻസ് 8 ഇലക്ട്രോൺ വരുമ്പോഴത്തേക്ക് അത് ഇനേർട്ടാണ്, പിന്നെ അത് ഒന്നിലും പങ്കെടുക്കത്തില്ല എന്ന രീതിയിൽ നോബിൾ ഗ്യാസിൻ്റെ കേസിൽ വെച്ചിട്ടാണ് പറഞ്ഞത് അല്ലേ. ബട്ട് ഇവിടെ നോക്കി, നോബിൾ ഗ്യാസ് പോലും എന്ത് ഫോം ചെയ്യുന്നുണ്ട്, കോമ്പൗണ്ട് ഫോം ചെയ്തു. അപ്പോൾ ഇതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ മറ്റൊരു ലിമിറ്റേഷൻ, നല്ല അടിപൊളി ലിമിറ്റേഷൻ. ഇത് മെയിൻ ലിമിറ്റേഷൻ. കാരണം എന്ന് വെച്ചാൽ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞത്, നോബിൾ ഗ്യാസിനെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നോബിൾ ഗ്യാസ് തന്നെ കോമ്പൗണ്ട് ഉണ്ടാക്കിയാൽ പിന്നെ ഫുൾ പണി കഴിഞ്ഞില്ലേ. ഓക്കെ, ഇനി മറ്റൊരെണ്ണം പറയുന്നതാണ് അത് ഈ ഒരു തിയറി നമുക്ക് ഈ മോളിക്യൂളിൻ്റെ ഷേപ്പോ അതിൻ്റെ റിലേറ്റീവ് സ്റ്റെബിലിറ്റിയോ അല്ലെങ്കിൽ മോളിക്യൂളിൻ്റെ എനർജിയോ ഒന്നും തന്നെ പറഞ്ഞു തരുന്നില്ല. ഓക്കെ, ഒന്നും പറഞ്ഞു തരുന്നില്ല. ജസ്റ്റ് അതിൻ്റെ ഒരു കുറച്ച് സിമ്പിൾസ് അങ്ങനെ വെച്ചിട്ട് കോലൻ ബോണ്ട് ഫോം ചെയ്യുന്നു. അപ്പോൾ ഒക്റ്ററ്റിന് വേണ്ട ഒരു ബോണ്ടുകൾ ഉണ്ടാക്കുന്നു.
ചിലർ അയണിക് ബോണ്ടിൽ ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് അതൊക്കെ അയണിക് ബോണ്ട് ഉണ്ടാക്കുന്നത് അങ്ങനെയൊക്കെ ജസ്റ്റ് കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ലെക്മർ വന്നിട്ടും കോവലന്റ് ബോണ്ട് എന്ന് പറഞ്ഞ ടേം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഈ ലൂയിസിൻ്റെ കൺസെപ്റ്റ് തന്നെ ജസ്റ്റ് ഒന്ന് അല്പം കൂടി മോഡിഫൈ ചെയ്തതേ ഉള്ളൂ. വലുതായിട്ട് ലെക്മർ ഒന്നും ചെയ്തില്ല അല്ലേ. അപ്പോൾ ഇതൊക്കെയായിരുന്നു അവസ്ഥകൾ. അപ്പം ഒക്ടറ്റ് റൂളും ഡിസ്കാർഡ് ചെയ്യപ്പെട്ടു. കാരണം വെച്ചാൽ ഒരുപാട് ലിമിറ്റേഷൻസ് അതിനും വന്നു.